ഇവിടെ നിന്ന് കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ അല്ല, ബർത്ത് പ്ലേസ് ആണ്, ബർത്ത് ഡേറ്റ് ആണെന്ന് ഞാൻ ഓർത്തത് കേട്ടോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. നേരെ തിരുമിനി ഈ പച്ചൻ പള്ളിക്കുടുത്ത് പോയിട്ടില്ല. ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് ബ്രിട്ടീഷ് കൊളംബിയയുടെ ബർത്ത് പ്ലേസ്. ഇവിടെ നിന്ന് കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ അല്ല, ബർത്ത് പ്ലേസ് ആണ്, ബർത്ത് ഡേറ്റ് ആണെന്ന് ഞാൻ ഓർത്തത് കേട്ടോ. ഇത് തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ പോലും ഇവിടെ കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പേടിക്കുകയൊന്നും വേണ്ട, ഹിസ്റ്ററി ക്ലാസ് ഒന്നുമല്ല. നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയ പണ്ട് എന്തായിരുന്നു, ഇവിടെ ഉള്ള ആൾക്കാരുടെ ജീവിതം ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോവുക. നമ്മൾ ഇന്ന് കാണുന്നതല്ല, പണ്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു കാലഘട്ടം എൻ്റെ കൂടെ സഞ്ചരിക്കണം, എന്നാലേ നമുക്ക് ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. പോവാം. നമ്മളിന്ന് നിൽക്കുന്നത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ലാംഗ്ലി സിറ്റിയിലുള്ള ഫോർട്ട് ലാംഗ്ലിയിലാണ്. HSBC ഡയറക്ടർ ആയിരുന്ന തോമസ് ലാംഗ്ലിയുടെ പേരിലാണ് ഈ സിറ്റിയും ഈ കോട്ടയൊക്കെ അറിയപ്പെടുന്നത്. ഹഡ്സൺ ബേ കമ്പനി, ഇന്നത്തെ നമ്മുടെ ബേ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, അവർ 1827 ബിൽഡ് ചെയ്തതാണ് ഈ ഫോർട്ട്, ഈ കോട്ട. ഇപ്പോൾ ഇതിൻ്റെ വെളിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും പുരാതനമായ സമയത്തുള്ള ബ്രിട്ടീഷ് കൊളംബിയയിലെ ആൾക്കാരുടെ പടങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമുക്കിവിടെ എൻട്രൻസ് ഫീ ഉണ്ട്. അപ്പം നമുക്കിവിടെ അഡൽട്ട്സിന് $7.90, സീനിയേഴ്സിന് $6.60 ആണ് നമ്മൾ പേ ചെയ്യേണ്ട കനേഡിയൻ ഡോളർ. ഇവിടെ യൂത്തിനും കിഡ്സിനും ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും. ഇവിടെ നമ്മളിവിടെ ഈ കാണുന്ന പോലെ തന്നെ ഒരു പുരാതന ടച്ചാണ് എല്ലായിടത്തും. ഈ കാണുന്ന പടങ്ങളൊക്കെ ഉണ്ടോ, അന്ന് കാലത്തെ ആൾക്കാരുടെ ഡ്രസ്സിങ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഇതൊക്കെ പാക്കിംഗ് ആണ്. പണ്ട് കാലത്ത് ഇവിടെ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിലാണ് ഇവർ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബാരലുകൾ കണ്ടോ, ഇത് തടിയുടെ ബാരലുകളാണ്. അപ്പോൾ അതിവിടെ തന്നെ ഉണ്ടാക്കി അവരിതിനകത്ത് പാക്ക് ചെയ്ത് സാധനങ്ങൾ പല സ്ഥലത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും, ഇത് കണ്ടോ, ഒരു പഴയകാല ആൾക്കാരുടെ ഡ്രസ്സിങ് ഒക്കെ കാണിക്കാൻ വേണ്ടി അങ്ങനൊരു ഡിസൈൻ വെച്ചിട്ടുണ്ട്. ഇതൊരു കരടിയുടെ തോലാണ്. അപ്പോൾ ഇതൊക്കെ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് കണ്ടോ, ഇതുപോലെ കരടിയുടെ തോല് വെച്ചിട്ട് സാധനങ്ങൾ വാമായിട്ടിരിക്കാൻ വേണ്ടിയുള്ളതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടൊക്കെയാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇവിടുന്ന്. നമ്മളിപ്പം എൻ്റർ ചെയ്യുന്നതാണ് ഈ ഫോർട്ടിലേക്ക്, ഈ കോട്ടയിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഈ സൈഡിൽ തന്നെ കുറേ ഡിസ്പ്ലേ ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പടം കാണുന്ന പോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി കപ്പലിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. താഴെ കാണുന്ന ഫ്രേസർ റിവർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കപ്പലുകളിൽ നിന്നാണ് ഈ സാധനങ്ങൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചു കൊണ്ടിരുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഫോർട്ടിനുള്ളിലോട്ട് പോകാം. ഫോർട്ട് ലാംഗ്ലിയുടെ കോട്ട അതാ ഈ ചുറ്റും കാണുന്ന വലിയ മരങ്ങൾ, ഉരുളൻ തടികളാൽ തീർത്തതാണ് ഇതിൻ്റെ ചുറ്റും മതിൽ. ഇതിനകത്തോട്ടാണ് നമ്മളിപ്പം കടന്നു പോകുന്നത്. ഇതുകൊണ്ടോ, ഇങ്ങനെ കുറേ ചെറുതല്ല വലിയ തരത്തിലുള്ള കെട്ടിടങ്ങളാണ് ഇതിന് ഉള്ളിൽ കാണുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി കാണാം. ഇതാണൊരു ഓവർ വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ കെട്ടിടങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ കാണുന്നത് കാനഡയിലെ കൊല്ലൻ്റെ ആലയാണ്, അവരുടെ പണിശാല എന്ന് പറയുന്നത്. ഇതാണ് കൊല്ലൻ്റെ ആല. അപ്പം അതേ ഇവിടെ എന്തൊക്കെയോ പണിതുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് കാണാം. ഇതാ ഈ മേളിൽ കാണുന്ന ബ്ലോവർ കണ്ടോ, ഇതിങ്ങനെ വലിച്ചിട്ടാണ് ഇവർ ഇത് കത്തിക്കുന്നത്. ഈ തീയിലാണ് ഇതെല്ലാം വളച്ചെടുക്കുകയും നുറുക്കുകയൊക്കെ ചെയ്യുക, കമ്പി പഠിപ്പിച്ചിട്ട്. അത് 2 ബ്ലോവറുണ്ട്. അത് അപ്പുറത്തെ സൈഡിലും നമുക്ക് ഒരെണ്ണം കാണാം. ഈ 2 വെച്ചിട്ടാണ് അയാൾ ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചണനൂലുകളൊക്കെ ഉണ്ട് തീ കത്തിക്കാനൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ഈ ഡ്രസ്സാണ്. ഇത് കണ്ടോ, ഒരു അടിപൊളിയാണ്. നമ്മൾ നാട്ടിൽ ശരിക്കും കൊല്ലന്മാർക്കൊക്കെ ഒത്തിരി കഷ്ടപ്പാട്, ഇങ്ങനെ തറയിരുന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇത് ഉയരത്തിലാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം. അത് ശരിക്കും ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഞാൻ കണ്ടിട്ടുള്ള പണ്ടൊക്കെ ഉള്ളത് ഇങ്ങനെ തറയിരുന്നിട്ടാണ് ആൾക്കാർ ഇതൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇനി അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്താ ഇവിടെ ചെയ്യുന്നതെന്നുള്ളത്. In thin layers and light shines through it. That's where the word lantern comes from. It comes from lanthorn, horn, lanthorn.
So a piece of horn around there. So, but this kind of lantern didn't have any glass or horn. It just had these openings, because when you put a candle inside, it actually shines through. So it's super bright, but it's better than nothing. And the nice thing is, you can take it out in the wind and the rain. Candle doesn't blow out, and you still have light. Not a ton of light, but better than nothing. These are made from a little bit of a different material, a bit of harder steel. But what I've got right now is this one, so I'm making a bunch of scraps. I have to make about 40 of them. So, and I was just kind of settling on what they were going to look like this morning, and now I'm starting to make them. Thank you. ഇവിടെയാണ് കോട്ടയ്ക്കകത്തുള്ള രുചിയുടെ കലവറ, കിച്ചൺ. ഈ കോട്ടയ്ക്കകത്ത് വരുന്ന ആൾക്കാർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴും അവിടെ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു സാധനം ആർക്കൊക്കെയോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തുള്ളവർ തന്നെയാണ് ഇതൊക്കെ കഴിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോഴും പുറത്തുള്ളവർക്കൊന്നും ഇവിടുന്ന് ഫുഡ് കൊടുക്കുന്നില്ല. അപ്പോൾ അതിങ്ങനെ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഈ കുക്കിംഗ് എല്ലാം വിറക് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പണ്ടുകാലത്തെ ആ ഒരു ട്രഡീഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവർ പ്രിപ്പയർ ചെയ്യുന്ന ഈ ഫുഡ് ഇതിനകത്തിപ്പം 10-12 പേരുണ്ടെന്ന് തോന്നുന്നു. അവർക്കുള്ള ആഹാരമാണ്. ഓരോ ദിവസവും അവർക്ക് വേണ്ട ലഞ്ചും ഡിന്നറും ഒക്കെ അവരിവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്താണെങ്കിലും രസമുണ്ട് ഇതിൻ്റെ ഈ കാഴ്ചകൾ. നമുക്കിനിയിപ്പം ഈ കലവറയ്ക്കകത്തുള്ള കാഴ്ചകളൊന്ന് കാണാം അല്ലേ. ഇതാണ് കിച്ചൻ്റെ കലവറ അല്ലേ. കലവറ എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു. അതെ, അവിടെയാണ് കുറേ ഭരണികളും നമ്മൾ മുമ്പേ കണ്ട പോലെ കുറേ ബാരലൊക്കെ ഇരിപ്പുണ്ട്. തടി വെച്ചിട്ട് തന്നെയാണ് ഈ കിച്ചണും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു ബെഞ്ചൊക്കെ ഉണ്ട്. ഇതകത്ത് കുറേ ഭരണികളും ഒരു പോത്തിൻ്റെ കാലോ കുറവെന്നൊക്കെ പറയുന്ന സാധനമൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ബേക്കിംഗ് ഓവനുണ്ട്. അതും ഇങ്ങനെ തടിയൊക്കെ വെച്ചിട്ട് തന്നെയാണ്, വിറക് വെച്ച് കത്തിക്കുന്ന ബേക്കിംഗ് ഓവനാണത്. So basically, this people used to prepare food for the people living with them. And so the person out here, they were called the chief steward, and them and their family would be responsible for so cooking, but also cleaning. നമ്മളിവിടെ നിൽക്കുന്നത് കാനഡയിലെ അതിപുരാതനമായ ഒരു വീടിൻ്റെ മുറ്റത്താണ്. നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ഇതിനുള്ളിൽ എങ്ങനെയാണ് ഇതിനകത്തെ ഫർണിച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് റൂമിന് ഉൾവശമൊക്കെ കാണാനുള്ളത്, ആ കാഴ്ചകളിലേക്ക് പോകാം. ഇത് തടിയിൽ തിരുത്തിരിക്കുന്ന കുട്ടികളുടെ ഒരു തൊട്ടിലാണ്. ഈ റൂമിൻ്റെ വാളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതെല്ലാം ഒരു വുഡൻ പാനലിംഗ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ബെഡിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ബെഡ്ഷീറ്റ് കണ്ടോ, ഇതൊരു വൂളൻ മെറ്റീരിയൽ, ഒരു ആൻറ്റിക് റൂം പോലൊക്കെ തോന്നുന്നു അല്ലേ. ഇതാണ് ഈ റൂമിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഒരു തടിയുടെ ഒരു ഫയർ പ്ലേസ് ആണ്. വിറകിട്ട് കത്തിച്ചിട്ടാണ് ഈ റൂം ഹീറ്റൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വുഡൻ ടേബിളാണ്. ഇപ്പം നമ്മളിതൊക്കെ കാണുന്ന പോലെ ആൻറ്റിക് ഷോപ്പുകളിലൊക്കെ പോകണം. അതിൻ്റെ നടുക്കായിട്ട് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തടിയുടെ ഒരു പാത്രം, രസമുണ്ടല്ലേ. ഈ വോളിലൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. അതൊരു ഫോട്ടോ കേട്ടോ, പഴയ കാലത്തെ എന്തോ ഒരു ഫോട്ടോ അവരവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊരു ബാഗാണ്, ലെതറിൻ്റെ ഒരു ഷോപ്പിംഗ് ബാഗ് ആയിരിക്കും അല്ലേ. ഇതൊരു വോളൻ ജാക്കറ്റ്. പിന്നെ കണ്ടിട്ട് ഇതൊരു കിച്ചൺ സെറ്റപ്പ് പോലാണ്. കുറച്ച് എന്തൊക്കെയോ ഓയിലോ സ്പൈസസോ ഒക്കെ അവരിങ്ങനെ ഒരു വാൾ റാക്കിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇങ്ങനെ ബാരലൊക്കെ ഇരിപ്പുണ്ട്. ഇത് കിച്ചൻ്റെ വേറൊരു ടേബിളാണ് ഇവിടെ കാണുന്നത്. അതിന് നടുക്കൊരു ലാൻറ്റനൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളിലായിട്ട് കാണുന്നതാണെന്ന് തോന്നുന്നു കിച്ചൺ ഏരിയ, കുക്കിംഗ് ഏരിയ ഒക്കെയാണെന്ന് തോന്നുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലാണ് പഴയ കാലത്ത് ഇവിടുത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണം. ഇത് ഒരു തുണി കഴുകാനുള്ള അലക്ക് മെഷീനാണ്. എന്ന് വെച്ചാൽ തടിയുടെ ഒരു ഇതാണ്, ഇതിൽ ഉരസിയാണ് കഴുകുന്നത്. പഴയ സമയത്ത് പുറത്ത് പോയിട്ട് തണുപ്പുള്ളതുകൊണ്ട് അവർക്ക് കഴുകാൻ പറ്റില്ല. കാരണം വീടിനകത്ത് തന്നെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വുഡൻ ബോട്ടാണ്. ഇതൊക്കെ ഉപയോഗിച്ചാണ് പണ്ട് കാലത്ത് ഇവിടെ ട്രേഡിങ് നടത്തിയിരുന്നത്.
ഇതെല്ലാം ഫൈബർ ബോർഡ്സ് ആണല്ലോ നമ്മൾ കാണാറുള്ളത്. ഈ കോട്ടയിലെ ഏറ്റവും വലിയ ഒരു കെട്ടിടമാണിത്. ഈ ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് അകത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം, എന്താ അതിനകത്തുള്ളതെന്ന്. Welcome to the big house. You making something? I am preparing bread, sourdough bread that we're going to bake tomorrow. Okay. Today was the preparing of the dough and the stretching of the dough. Okay. And then I was about to go in our lower kitchen to proof it into proofing baskets. And then tomorrow we're going to bake it in our bake oven in the back. Wow. Yeah. That's good. So this building that you're entering is called the Big House. And the Big House is where the managers of the fort live. 2 men and their families. The head trader lived in that house, that part of the house, sorry. The second in command, the head clerk on that side. And they shared this communal officers' mess here in the center where they could either have their meals together or business meetings together. This room was their office. 2 desks, 2 men. And when you sit at the desk and look out the window, or if you stand at the porch and look out the window, you can see everything in this fort. That's why the location of the big house up at the top. കാണുന്നതാണ് ഡൈനിങ് റൂം. ഈ 2 മാനേജേഴ്സും നമ്മുടെ ആ ചേട്ടൻ പറഞ്ഞ പോലെ അവർ യൂസ് ചെയ്തിരുന്ന പഴയ കാലത്തെ ആ ഡൈനിങ് ടേബിളാണ്. അവരുടെ യൂണിഫോംസ് ഒക്കെ നമുക്ക് ആ വാളിൽ ഇങ്ങനെ ഹാങ് ചെയ്തേക്കുന്നത് കാണാം. അടിപൊളിയാണല്ലേ. ഇവിടെ നമുക്ക് ഒരു പെയിൻറ്റിംഗ് ഉണ്ട്, ഇതിനകത്ത് കാണാൻ പറ്റും അന്നത്തെ ആ ഒരു വേഷവിധാനങ്ങളും അവരുടെ പടവും. നേരെ തിരുമിനി ഈ പച്ചൻ പള്ളു കൊടുത്ത് പോയിട്ടില്ല. ഈ കിടുക്ക് ഡയലോഗാണ് ലേലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. പക്ഷേങ്കിൽ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. സാധാരണ ഇംഗ്ലീഷിൽ ഓപ്ഷൻ എന്നാണ് ലേലത്തിന് പറയുന്നത്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഇതിൻ്റെ അർത്ഥം യു ആർ മൈൻ എന്നാണ്. എന്നാൽ ആ വഴിക്ക് വന്നതാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്താണേലും നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള ഒരു പേര് തന്നെയാണ് ഈ ലേലം. നമ്മുടെ മലയാളത്തിലുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ ഇതിന്. ഇത് ലേലം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റോറാണ്. അപ്പോൾ ഇതിനകത്ത് വിദേശികളൊക്കെ വന്ന് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഓപ്ഷൻ ചെയ്ത് കൊണ്ടുവരുന്നു. ഇവിടെ ഓപ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇവിടുത്തെ പാത്രങ്ങൾ, അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ടൂൾസ്, അതൊക്കെ വിദേശികൾ വന്നിട്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നൊക്കെയാണ് അവർ പറയുന്നത്. കാൻബറി, അതേപോലെ സാൽമണ്, കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ ചെയ്ത് കൊണ്ടുവന്നു. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റോർ. എന്താണല്ലോ ഈ സ്റ്റോറിൽ കാണുന്ന ഇതുണ്ട്, ഈ തരം ക്ലോത്തുകൾ, വൂളൻ മെറ്റീരിയൽസൊക്കെ. ഇതൊക്കെ നമ്മളിപ്പം ശരിക്കും ഹഡ്സൺ ബേയുടെ സ്റ്റോറിൽ പോയാലും ഈ ഒരു പാറ്റേണിലുള്ള ക്ലോത്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാനുള്ള കാര്യമാണ് ഈ ലേലം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതും നമുക്ക് അറിയാനുള്ളതും, അല്ലേ? അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളോട് കാണാം. ഇതൊരു ട്രേഡിംഗ് സെൻറ്റർ എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എപ്പോഴും എനിക്ക് ആ അത്ഭുതം എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ലേലം എന്ന് നമ്മൾ പറയുന്ന ആ ലേലം എങ്ങനെ ഇവിടെ ഇംഗ്ലീഷുകാർക്ക് ലേലമായി തീർന്നു എന്നുള്ളത്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും അതൊന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞിരുന്ന ഒരു മീനിൻ്റെ പേര്, നമ്മൾ ആ ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ച് അത് കമൻറ്റ് ചെയ്ത് തന്നിരുന്നു. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അതിൻ്റെ പേര് നങ്കെന്നാണ്. നമ്മളിനി അടുത്തൊരു സ്ഥലത്തോട്ട് പോവാണ്. Welcome to the cooperage. Have you been before? No. Okay, this is where barrels were made. This is the cooperage. Mostly for shipping salmon and cranberries. That was a big export from Fort Langley here. The salmon was shipped to the Sandwich Islands, which is now called Hawaii, and the cranberries were shipped to California and sold down there. People living, the First Nations living along the river here were river people. They were trappers. So most of the furs that came here came from up country, Fort Kamloops and down here. Then they would go over to Fort Victoria and they would ship them from Fort Victoria around the southern tip of South America to England. It would take 6 months. നമ്മൾ ഈ കാണുന്നത് ശരിക്കും ഒരു ആശാരിയുടെ പണിസ്ഥലം പോലെയാണ്. ഇതാണ് ഇത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ബാരൽ ഇവിടെ ഉണ്ടാക്കുവാണ്. ഈ ബാരലിനകത്ത് നേരത്തെ ഇവിടെ ചെയ്തിരുന്നത്
ഇവിടുത്തെ മീനായ സാൽമൺ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് അവർ മറ്റു രാജ്യങ്ങളിലൊക്കെ കയറ്റി അയക്കുമായിരുന്നു. അതേപോലെ ക്യാൻബറിയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഈ ക്യാൻബറി ഇതേപോലെ തന്നെ ഇവിടുന്ന് ഇവർ സ്റ്റോർ ചെയ്ത് ഇതേപോലുള്ള ബാരലിനകത്ത് ആക്കിയിട്ടാണ് മറ്റുള്ള സ്ഥലത്തേക്ക് അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ മെറ്റലിൻ്റെയോ ഒന്നും ബാരൽ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്ന ഇതേപോലെ തടി എടുത്തിട്ട് ഈ മെറ്റലിൻ്റെ ഒതുങ്ങി വെച്ചിട്ട് അതിലേക്ക് ഈ തടി ചേർത്ത് വെക്കുകയാണ്. ചേർത്ത് വെച്ചിട്ട് അവർ ഇതേപോലെ ബാരൽ ഉണ്ടാക്കും, അതിന് അടപ്പുണ്ടാകും. ഇപ്പോൾ സാധനങ്ങൾ വീടുകളിൽ സ്റ്റോർ ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ഈ ബാരൽ വെച്ചിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പുതിയൊരു ബാരൽ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന മെഷീനറി ഒന്നും മോഡേൺ അല്ല, എല്ലാം പഴയ ട്രഡീഷണൽ രീതിയിലുള്ള. ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ ചിന്തേരിടുക എന്ന് പറയും, അതേപോലുള്ള കാര്യമാണ് ചെയ്യുന്നത്. അതിൻ്റെ അത് അങ്ങനെ ആ തടിയെ ഷേപ്പാക്കിയെടുക്കും, എന്നിട്ട് ഇതേപോലുള്ള ബാരലുകൾ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതിനൊത്തിരി കാര്യങ്ങൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറകോട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. അതിന് യൂസ് ചെയ്യുന്ന കത്തി, കോടാലി, ഇതേപോലെ റിങ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റും പുറകിലായിട്ട്. ഇത് നമ്മളിപ്പോൾ ഈ കോട്ടയുടെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. ഇതാ ആ ദൂരത്തായിട്ട് ഒരു പള്ളി കാണാം. നോക്കിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തായിരുന്നു പഴയ ഫോർട്ട് ഉണ്ടായിരുന്നത്. അവിടെ ഈ വെള്ളം കയറുന്ന പ്രശ്നം വരുന്നുണ്ടായിരുന്നു. അതായത് ആ നദിയിൽ വെള്ളം പൊങ്ങിക്കഴിയുമ്പം അവരുടെ പണിസ്ഥലങ്ങളിലും അവരുടെ ഷെഡുകളിലൊക്കെ വെള്ളം കയറുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷമാണ് അതിനെ ഈ ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റിയത്. അപ്പം അതിനിടയിൽ കൂടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. നമുക്കിപ്പം ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും പഴയ കാലത്തെ കുറേ കെട്ടിടങ്ങൾ, പഴയ വീടുകളൊക്കെ അവിടെ ഇപ്പോഴും അവിടെ നിലനിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു, ഈ കോട്ടയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു. ഈ കോട്ടയിൽ നിന്ന് നമ്മളിപ്പോൾ യാത്രയാക്കുകയാണ്. അപ്പം ഇനി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.